ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. വിശ്വാസത്തിന്റെ ശക്തി എന്നതിനെ കുറിച്ച് നമുക്ക് ആവർത്തിച്ച് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പുറമേയുള്ള മനുഷ്യനെ കുറിച്ചും അകമേയുള്ള മനുഷ്യനെ കുറിച്ചും നമുക്ക് ചിന്തിപ്പാനിടയായി. നമുക്കറിയാം, പുറമേയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അകമേയുള്ള മനുഷ്യനും ദൈവം അത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണല്ലോ കണ്ണ് എന്നുള്ളത്. അതേ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്: കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്. അപ്പോൾ പുറമേയുള്ള മനുഷ്യന് ചിലത് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ അവന് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, വിശ്വസിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ പൗലോസ് പറയുന്നു, ആ അകമയുള്ള കണ്ണ് താൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്. വിശ്വാസത്താൽ നടന്നതായ ഒരു വ്യക്തിയാണ് അബ്രഹാം പിതാവ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം താൻ വിശ്വാസത്താൽ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നടക്കുവാനായിട്ട് ഇടയായി തീർന്നത് താൻ അത് കണ്ടില്ല. എന്നാൽ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ദൈവവിളി കേട്ട് അബ്രഹാം ആ വിശ്വാസ കണ്ണ് തെളിയിച്ചുകൊണ്ട് താൻ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മോശയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ മോശയുടെ മാതാപിതാക്കളായ അമ്രാമും അതേപോലെ യോഹേബേദും ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മോശക്കുഞ്ഞിനെ വളരെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായിട്ട് അവരുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് അവര് കണ്ടു. അപ്പോൾ തന്നെ അകമയുള്ള കണ്ണുകൊണ്ട് മറ്റൊരു കാര്യം അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇവനൊരു സാധാരണ കുഞ്ഞല്ല, ഇതൊരു പ്രോപ്പർ ചൈൽഡാണ്, ഇതൊരു പറ്റിയ കുഞ്ഞാണ്. എന്തിനു പറ്റിയതാണ്? ഇസ്രായേൽ ജനത്തെ അവരെ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പറ്റിയ ഒരു പ്രോപ്പർ ചൈൽഡായിട്ട് അവർക്ക് അവരുടെ വിശ്വാസ കണ്ണുകൊണ്ട് തങ്ങളുടെ കുഞ്ഞിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അക്ഷരീക കണ്ണുകൊണ്ട് അവൻ നല്ല സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായി അവർ കണ്ടു. അതാണ് വ്യത്യാസം. അങ്ങനെ അവര് ആ പ്രതികൂലത്തിന്റെ നടുവിൽ നീലനദിയിലൊക്കെ ആ കുഞ്ഞിനെ ഒഴുക്കേണ്ടി വന്ന സാഹചര്യത്തിലും എല്ലാം ആ കുഞ്ഞിനെ കുറിച്ച് നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തു കൊണ്ടുവരേണ്ട അവരുടെ തലമുറയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം ആ അകമയുള്ള കണ്ണ് അവരിൽ പ്രകാശിച്ചതുകൊണ്ടാണ് മോശയെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് ഇന്നത്തേതിൽ ഉപയോഗിക്കത്തക്ക വിധത്തിൽ അതെ ദൈവത്തിന് അവനെ ഒരുക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അവരുടെ ആ മോശയുടെ മാതാപിതാക്കളുടെ ആ അകമയുള്ള കണ്ണ് പ്രകാശിച്ചതുകൊണ്ടാണ്. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ തെളിഞ്ഞിരുന്ന ആ രണ്ടുപേര് നമുക്ക് വീണ്ടും ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ അഥവാ യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യേശുവിന്റെ ജനനത്തിങ്കല് ശിമിയോൻ, ഹന്ന എന്ന ആ രണ്ട് വ്യക്തികളെ നമുക്ക് ഇസ്രായേലിൽ കാണുവാനായിട്ട് കഴിയും. കാരണം മറ്റു പലർക്കും ഒരു തച്ചന്റെ മകനായിട്ടോ ഒരു മറിയയുടെ മകനായിട്ടോ മാത്രമാണ് യേശുവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. യേശുവിനെ ന്യായപ്രമാണ പ്രകാരമുള്ള കർമാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതിന് വേണ്ടിയിട്ട് ആലയത്തിലേക്ക് കൊണ്ടുവന്നതായ സന്ദർഭത്തില് മഹാപുരോഹിതനും മറ്റു പുരോഹിതന്മാർക്കുമെല്ലാം ഒരു സാധാരണ കുഞ്ഞിനെ കൊണ്ടുചെല്ലുന്നത് പോലെ അവിടെ കൂടിയവർക്കൊക്കെ അത് മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ അവിടെ രണ്ടുപേർക്ക്, ഈ പറഞ്ഞ ശിമോനും ഹന്നായിക്കും, അവരുടെ അഹമയുള്ള കണ്ണുകൊണ്ട് ആ യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം
അതിന്റെ 2-ാം അധ്യായത്തിന്റെ 29 മുതൽ, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിച്ചമാകുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ഇവിടെ ഈ ശിമിയോനും അതേപോലെ തുടർന്ന് വായിച്ചു വരുമ്പോൾ ഹന്നായും ഒക്കെ അവർ വിശ്വാസ കണ്ണുകൊണ്ട് യേശുവിനെ ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനായി രക്ഷകനായി കണ്ടതാണല്ലോ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരം ചിലർ കാഴ്ചയാൽ നടക്കുന്നു. അതെ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ വിശ്വാസത്താൽ നടക്കുന്നു. അവർ വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്നു. അവർ വിശ്വാസത്തിൽ ജീവിക്കുന്നു. അവർ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നു. അവർ വിശ്വാസത്താൽ പലതും ഏറ്റെടുക്കുന്നു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വിശ്വാസത്തിന്റെ കണ്ണ് പ്രകാശിച്ചിട്ട് അവരെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച് ചിലത് കാണുവാൻ, പ്രാർത്ഥിപ്പാൻ, അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടെ മോശയുടെ മാതാപിതാക്കളെ പോലെ കഴിയുന്നുവെങ്കിൽ, യേശു കുഞ്ഞുവിന്റെ മാതാവിനെ പോലെ കഴിയുന്നുവെങ്കിൽ, മറിയയ്ക്കും യേശുവിനെ സംബന്ധിച്ച് ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ. അതെ, നമുക്ക് നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല ചെയ്യേണ്ടത്, ആത്മീക കണ്ണുകൊണ്ട് നമുക്ക് ചിലത് കാണുവാൻ ഈ നാളുകളിൽ കഴിയുന്നുവെങ്കിൽ അതിൻ്റെതാകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും തലമുറകളുടെ മേലും പകരുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാഴ്ചയാൽ നടക്കുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ നടക്കുന്ന ഒരു തലമുറയായി മുന്നേറുവാനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വാസത്താലെ വാഴ്ചയേകി നിത്യം ചേർത്തവനെ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. 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 ശാസനയും നിന്നയുമുള്ള ദിനവുമിതേ, കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകി